എല്ലാവരും കൂടി ആശയത്തിന്റെ പ്രചരണത്തിൽ നിന്നോ അദ്ദേഹം അല്പവും പിന്നോട്ട് പോവുകയില്ല. ആ നിലക്ക് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഈമാൻ പൂർത്തിയാകുന്നത് എന്ന് സൈനുദ്ദീനുൽ ബഹ്ബരി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഇഖ്ലാസാണ് നമ്മുടെ കൈമുതൽ. വേറെ നമുക്കെന്ത് കിട്ടാനാ? നമ്മൾ എന്തായിരുന്നാലും നമ്മുടെ സംഘടന ഞങ്ങളോട് ഏകദേശം എല്ലാ ജില്ലകളിലും ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. പത്രസമ്മേളനത്തിലൊക്കെ പലരും പത്രക്കാർ ഞങ്ങളോട് ചോദിച്ച ചോദ്യമാണ്, കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കുന്ന അന്ന് തന്നെ ഇതൊരു രാഷ്ട്രീയ സംഘടനയാണ് എന്ന് നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ല. ആരെല്ലാമോ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളിവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം രാഷ്ട്രീയ പാർട്ടിയുടെ കുറവ് കേരളം അനുഭവിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ ഒരു സാധനം ഉണ്ടാക്കൽ. അങ്ങനല്ലേ, ഉണ്ടാക്കിയ സാധനം തന്നെ ധാരാളം ഉണ്ടാവും, അതിന്റെ പുതിയ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് അതിന്റെ ഒരു കുറവ് ഞങ്ങൾ അനുഭവിക്കുന്നില്ല എന്ന് പത്രക്കാരോട് തുറന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്വാഭാവികമായും പത്രക്കാരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവരെന്തെങ്കിലും ഒന്ന് ചോദിച്ച് കൊളുത്തിയിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോയി നമ്മൾ നേരത്തെ വിചാരിച്ചതിൽ നിന്ന് അങ്ങനെയുള്ള പൊയ്യായികൾ കാഫറൂനെ തുടങ്ങിയിട്ട് അവരും ഈ മസദ് നിർത്തിയിട്ട് പറയും. അതുപോലെ തുടങ്ങിയ സ്ഥലത്ത് എത്തിക്കാതെ വഴിക്കുന്ന റൂട്ട് മാറ്റി കളിയാന്നുള്ളതാണ് പലപ്പോഴും മീഡിയക്കാരുടെ ചോദ്യത്തിന് അവരുദ്ദേശിക്കുന്ന മറുപടി പറഞ്ഞാൽ സംഭവിക്കുക. പക്ഷേ അള്ളാഹുവിന്റെ ഇസ്മത്ത്, അള്ളാഹു കാവൽ തരണല്ലോ, എല്ലാം റബ്ബിന്റെ അടുക്കുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ പലതും വന്നു, പല വിധത്തിലും വന്നു. അവിടെ എല്ലാം ഞങ്ങൾ മനുഷ്യർക്കൊപ്പാണ്, ഞങ്ങൾക്ക് ആർക്കും എതിരല്ല, ആരെയും എതിർക്കാനുമല്ല. ഇത് മനുഷ്യരെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ്. അൽഹംദുലില്ലാഹ് അത് അതേ റൂട്ടിൽ തന്നെ പോയപ്പോ ഞങ്ങൾക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്വീകരണം എല്ലാ സ്ഥലങ്ങളിലും വെച്ചും ലഭിക്കുകയുണ്ടായി. ഞങ്ങളിങ്ങനെ പോകുമ്പോ നമ്മുടെ പ്രസ്ഥാനത്തിന്, നല്ല മുസ്ലിം സമുദായത്തിന് തന്നെ എണ്ണം വളരെ കുറഞ്ഞ ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. നമ്മൾ വിചാരിച്ചു പത്തനംതിട്ട ജില്ലയിൽ ചെന്നാൽ അവിടെ ആരും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല വിചാരിച്ചു. അവിടെ ചെന്ന് നോക്കുമ്പോ ഞങ്ങൾ ഒരു സ്വീകരണമാണ് ഒരു ജില്ലയിൽ കൊടുത്തത്, മലപ്പുറവും കോഴിക്കോട് വെച്ച് ബാക്കി മുഴുവൻ. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ രണ്ടാണ്. പത്തനംതിട്ടയിൽ ഒന്ന് ഞങ്ങൾ പറഞ്ഞതും ഒന്ന് അവരെ വകയും. ചെന്ന് കയറുമ്പോ തന്നെ അവിടെ ഉള്ളത് കുറച്ച് ഒരു സ്വാമി, അദ്ദേഹം ഹൈന്ദവ മതത്തിലെ ഒരു ആചാര്യനാണ്. അദ്ദേഹം പക്ഷേ ഉസ്താദിന് മെമന്റോക്കെ കൊടുത്തു, സാലോപിക്കുകയോ അങ്ങനെ എന്തോ ബഹുമാനമൊക്കെ അയാൾ കൊടുത്തു. അദ്ദേഹത്തോട് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കിന്നൊരു വ്രതമാണ്, ഇന്ന് പ്രസംഗിക്കൂല എന്നാണ്. അപ്പൊ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ആചാരം അദ്ദേഹം സ്വീകരിച്ചു. പിന്നെ അവിടെ തന്നെ ഒരു വലിയ താടിയും തൊപ്പിയൊക്കെ ഉള്ള വേറൊരു ക്രിസ്ത്യാനികളുടെ ഒരു മതാചാര്യൻ. അവിടെ ചെല്ലുമ്പോൾ വലിയ ഗംഭീര സ്വീകരണം. അത് ആദ്യം ഞങ്ങൾ കടക്കുന്ന സമയത്തുള്ള സ്വീകരണം. പിന്നെ ചെന്നപ്പോ ഉച്ചക്ക് വേറൊരു സ്വീകരണം, അവിടെയും ഇതേപോലെ തന്നെ. അങ്ങനെ ചെന്ന സ്ഥലങ്ങളിലൊക്കെ മതവ്യത്യാസമില്ലാതെ, പാർട്ടി വ്യത്യാസമില്ലാതെ എല്ലാ കക്ഷികളുടെയും സ്വീകരണം ലഭിച്ചു. കാരണം ഒന്ന്, നായകത്വം വഹിക്കുന്നത് ആർക്കും തള്ളിപ്പറയാനും കഴിയാത്ത, എല്ലാവരും ഉറ്റുനോക്കുന്ന, ഇന്ത്യ രാജ്യത്തിന് തന്നെ അഭിമാനമായ ശൈഖുനാ കാന്തപുരം ഉസ്താദാണ് എന്നതാണ് അതിന്റെ കാരണം. അത് ഉസ്താദുമായി ഏകദേശം ഒരു 45 കൊല്ലത്തിലധികം കൂടി കിടന്നുള്ള പരിചയമുള്ള ഒരു എളിയ ശിഷ്യനാണ് ഞാൻ. ഉസ്താദിന്റെ ജീവിതവും സ്വഭാവവും പെരുമാറ്റവും ഒക്കെ വളരെ നന്നായി കണ്ട് മനസ്സിലാക്കിയവരാണ് ഞാൻ. എന്നാൽ പൊതുസമൂഹം അത്രത്തോളം ഉസ്താദിനെ മനസ്സിലാക്കിയവർ കുറവായിരുന്നു. പക്ഷെ ഈ അടുത്ത് നിമിഷപ്രിയ പ്രശ്നം വന്നപ്പോ ഒരൊറ്റ നിമിഷം കൊണ്ട് ഉസ്താദ് അവറുകൾ സർവ മതക്കാരുടെയും സർവ ജനങ്ങളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഇസ്ലാമും മുസ്ലിമീങ്ങളും ഒരു വർഗീയവാദികളോ ഇസ്ലാം ഒരു വർഗീയ പ്രസ്ഥാനമോ അല്ലെന്നും മുസ്ലിം പണ്ഡിതന്മാർ
നമ്മളാരും വിചാരിക്കുന്നത് പോലെ അല്ലെന്നും എല്ലാ ജനങ്ങൾക്കും ഒരു വലിയ മെസ്സേജ് നൽകാൻ മഹാനായ ഉസ്താദ് അവറുകളുടെ ഇടപെടൽ കാരണത്താൽ ആ ഒരു വിഷയത്തിലുള്ള ഇടപെടൽ അത് നിമിത്തമായി. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് തന്നെ ഉസ്താദ് അവറുകൾ ഇത് നയിച്ചു എന്നതാണ് കേരള യാത്രയുടെ മഹത്വം. അല്ലാതെ ഞങ്ങളാരെങ്കിലും ഉസ്താദിന്റെ ഹാദിമീങ്ങളായി എന്നതല്ല. ഉസ്താദ് അവറുകളുടെ ആ നേതൃത്വം. രണ്ടാമതായി, കേരള യാത്ര സംഘടിപ്പിച്ചത് ഉസ്താദിന്റെ അനുയായികളാണ്. ആ ഉസ്താദിന്റെ അനുയായികൾ 100% ഉസ്താദിനെ അംഗീകരിക്കുന്നവരല്ലാതെ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു വ്യക്തി പോലും ഇല്ല. ഉസ്താദിന്റെ ഒരു സ്വഭാവം ആരെയും അകറ്റാതിരിക്കുക, ദൗർബല്യങ്ങളോ ന്യൂനതകളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്വകാര്യത്തിൽ പറഞ്ഞ് അവരെയും കൂടി കൂട്ടുപിടിച്ചു കൊണ്ടുപോകുക എന്നതാണ് ഉസ്താദിന്റെ വളരെ മഹിതമായ സ്വഭാവം. അത് തന്നെയാണ് ഒരു പണ്ഡിതൻ ഉണ്ടാകേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്ന് ഒരു ചെറുപ്പക്കാരൻ, ഓ നബിയെ, അവിടുന്ന് കൊണ്ടുവന്ന പ്രസ്ഥാനം ഞാൻ അംഗീകരിക്കാം, എനിക്കതിൽ യാതൊരു വൈമുഖ്യവും ഇല്ല, പക്ഷേ ഒരു കാര്യം എന്നോട് പറയരുത്. അതെന്താണ്? അതെ, വ്യഭിചാരം നടത്തരുത് എന്ന് മാത്രം പറയരുത്, ബാക്കിയൊക്കെ ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനെ ആട്ടിയോടിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുകയാണ്. എങ്ങനെയാണ് ഒപ്പം നിന്നത്? വ്യഭിചാരത്തിന് പെർമിറ്റ് കൊടുത്തുകൊണ്ടല്ല, അതൊപ്പം നിൽക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ, ആക്രമിക്കുന്നവനെയും നീ സഹായിക്കണം, ആക്രമിക്കപ്പെടുന്നവനെയും സഹായിക്കണം. അപ്പൊ സഹാബി ചോദിച്ചില്ലേ, ആക്രമിക്കപ്പെടുന്നവനെ സഹായിക്കൽ ഓക്കെ, ആക്രമിക്കുന്നവനെ സഹായിക്കൽ എങ്ങനെയാ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്രമത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കലാണ്. കാരണം ആ അക്രമത്തിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുക അവനാണ്. ആക്രമിക്കപ്പെടുന്നവനേക്കാൾ ആക്രമിച്ചവനാണ് ഭവിഷ്യത്ത് അനുഭവിക്കുക. അതുകൊണ്ട് അവനെ അതിൽ പിന്തിരിപ്പിക്കലാണ് അവനുള്ള സഹായം. ഇതുപോലെ തെറ്റ് ചെയ്യുന്നവൻ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുക തെറ്റ് ചെയ്യുന്നവനാണ്. അവൻ അതിൽ പിന്തിരിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തെ സഹായിക്കൽ. അതാണ് മനുഷ്യർക്കൊപ്പം നിൽക്കുമ്പോ അവരോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നു. ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ? അതെ, കുന്തും ഖൈറ ഉമ്മ, നിങ്ങളുടെ സമുദായത്തിൽ ഏറ്റവും ഉത്തമരാണ്. ഉഖ്രിജത്തിൽ ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ട സമുദായത്തിൽ ഏറ്റവും ഉത്തമന്മാര് നിങ്ങളാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഉത്തമന്മാരായത്? തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നല്ല കാര്യം നിർദ്ദേശിക്കുന്നു, കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ, നിഷിദ്ധമായ കാര്യം വിരോധിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ മനുഷ്യർക്കൊപ്പമായത്. നമ്മുടെ എല്ലാ തെറ്റുകളെയും കണ്ണും ചിമ്മി അതിലൊക്കെ സമ്മതം കൊടുത്ത് സുഖിപ്പിച്ചു കൊണ്ടുപോകുന്നതിനല്ല മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്നു. ആക്രമിക്കുന്നവൻ ആക്രമിക്കുമ്പോ മിണ്ടാതിരിക്കലല്ല, അക്രമിയോടൊപ്പം നിൽക്കൽ. ആ അക്രമത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കലാണ്. ഒരാളെ ഈമാൻ തെറ്റിപ്പോകാൻ ആവശ്യമായ കാര്യങ്ങൾ ഏതെങ്കിലും കക്ഷികൾ പറഞ്ഞുകൊടുത്ത് ഈമാൻ തെറ്റിപ്പിക്കുമ്പോൾ അവിടെ ഈമാനിൽ തന്നെ അവരെ പിടിച്ചു നിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതാണ് അവന്റെ കൂടെ നിൽക്കൽ. അല്ലെങ്കിൽ അവന്റെ കൂടെ നിൽക്കലല്ല, അവൻ എതിര് നിൽക്കലാണ്. ഉദാഹരണത്തിന്, ഒരു കിണറ്റിൽ കുറെ വിഷം ചേർത്തിരിക്കുന്നു. ആ വിഷമുള്ള വെള്ളം പലരും എടുത്ത് കുടിക്കുന്നു. അപ്പൊ മനുഷ്യർക്കൊപ്പം നിൽക്കൽ എങ്ങനെയാ? ഒരു ബക്കറ്റ് വെള്ളം നമ്മളും കോരി കുടിക്കലല്ല. പിന്നെ അത് കുടിക്കുന്ന ജനങ്ങളോട് ഇതിൽ വിഷം ചേർത്തതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ അതിന്റെ തെളിവ് പറയാം എന്ന് പറഞ്ഞ് കൃത്യമായി അതിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്നത് ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് ജനങ്ങളെ അകറ്റലാണ് മനുഷ്യർക്കൊപ്പം നിൽക്കൽ. അല്ലാതെ അതിൽ നമ്മളും ഒരു ബക്കറ്റ് കുടിച്ച് മറ്റുള്ളവർക്കൊക്കെ ഒരു സുഖം ഉണ്ടാട്ടെ എന്ന് വിചാരിക്കലല്ല. ഇതാണ് നമ്മുടെ കേരള യാത്രയിൽ നടന്നതും. നമ്മൾ എവിടെയും അൽഹംദുലില്ലാഹ് സത്യം തുറന്നു പറയുന്നതിലോ സത്യം പ്രചരിപ്പിക്കുന്നതിലോ അസത്യവാദികൾ പറയുന്ന ആശയങ്ങൾ തെറ്റാണെന്ന് പറയുന്നതിലോ നമ്മൾ ആരും ഒരു വൈമനസ്യവും പ്രകടിപ്പിച്ചിട്ടില്ല. അത് നമ്മുടെ കേരള യാത്രയുടെ അള്ളാഹു ചെയ്ത വലിയൊരു നിഅമത്താണ്. നിങ്ങൾക്ക് കേരള യാത്രയിലെ 16 ദിവസം നടന്ന ഓരോ പ്രസംഗങ്ങളും
നിങ്ങൾക്ക് പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടും. നമ്മുടെ പ്രസ്ഥാനം ഹക്കാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സി. നിന്റെ സ്വന്തത്തിൽ നീ ഇഷ്ടപ്പെടുന്നത് മറ്റ് മനുഷ്യർക്ക് ഇഷ്ടപ്പെടണം. തകുൻ മുസ്ലിമൻ, അപ്പോൾ നിനക്കൊരു മുസ്ലിം ആകാം. അപ്പൊ നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസമാണ് ശരി എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നതിനാൽ അത് മറ്റുള്ളവർക്കും പ്രബോധനം ചെയ്യാൻ നമ്മളുടെ വേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതാരെയും ചീത്ത പറഞ്ഞുകൊണ്ടല്ല, തെറി പറഞ്ഞുകൊണ്ടല്ല. അതല്ലല്ലോ നമുക്ക് പഠിപ്പിച്ച നയം. ഫിർഔനിനോട് തന്നെ ഉത്ബോധനം നടത്തുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഫിർഔൻ ലോക ഭീകരവാദിയാണ്, അക്രമകാരിയാണ്, പിഞ്ചുമക്കളെ അരിഞ്ഞു വന്നവനാണ്. പക്ഷേ ആ ഫിർഔനിന്റെ സമീപത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെയും പറഞ്ഞു വെക്കുമ്പോ അള്ളാഹു കൊടുക്കുന്ന നിർദ്ദേശം തന്മയത്വത്തോടുകൂടി അവരോട് സംസാരിക്കണം, അവരോട് ലാളിത്യത്തോടുകൂടെ സംസാരിക്കണം, പ്രകോപനപരമായി സംസാരിക്കരുത്. വളരെ മൃദുലമായ സംസാരമായിരിക്കണം എന്നാണല്ലോ. അപ്പൊ അള്ളാഹുവിന് യഥാർത്ഥത്തിൽ അറിയാം ഈ ഫിർഔൻ നന്നാവൂല. പക്ഷെ എന്നാലും പ്രബോധനം നടത്തുന്ന പണ്ഡിതന്മാരും അമ്പിയാക്കളും സ്വീകരിക്കേണ്ട വഴി അത് വളരെ ലാളിത്യത്തോടുകൂടെ വളരെ സ്നേഹസമ്പൂർണമായി സംസാരിക്കുന്ന വിധത്തിൽ സംസാരിക്കണം എന്നതാണ്. ആ ഒരു നയം സ്വീകരിച്ചുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് നമ്മൾ എല്ലാ കാര്യങ്ങളും കേരള യാത്രയിൽ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും അതിലൊരു പരാതിയില്ല. നമ്മുടെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബാങ്ക് വിളിക്കുന്നവരാണ്. ബാങ്കിന്റെ ശൈലി നമുക്കറിയാലോ. അല്ലാഹു അക്ബർ, അല്ല വലിയവനാണ്. ബാങ്ക് വിളിക്കുന്ന ആൾ വലിയ ആളാണെന്ന് പറയലില്ല. പള്ളിയിലെ പ്രസിഡന്റ് വലിയ ആളാണെന്നും പറയലില്ല. പിന്നെ പള്ളിയിലെ മൊയ്യാർ വലുതാണെന്നും പറയലില്ല. അല്ലാഹു അക്ബർ വലിപ്പത്തരം അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അല്ലാഹു അക്ബർ. പിന്നെ നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു, അല്ല നീ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രകോപനം ഉണ്ടാക്കലില്ല. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, അള്ളാഹു പറഞ്ഞേച്ച റസൂലാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. നീ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് ആരെയും പ്രകോപിപ്പിക്കുന്നില്ല. ഹയ്യ അലസ് സലാഹ്, പ്രാർത്ഥനയിലേക്ക് വരൂ. അത് വലത്തോട്ട് തിരിഞ്ഞു പറഞ്ഞ ഉടനെ ഹയ്യ അലൽ ഫലാഹ്, ഇടത്തോട്ട് തിരിഞ്ഞിട്ട് വിജയത്തിലേക്ക് വരൂ. അതാണ് അവസാനത്തെ ദിവസവും നമ്മൾ കണ്ടത്. അങ്ങനെ ഇടത്തും വലത്തൊന്നുമില്ല. എല്ലാ കക്ഷികൾക്കുമാണ് നമ്മുടെ പ്രബോധനം. എല്ലാവരെയുമാണ് സത്യത്തിലേക്ക് ക്ഷണിക്കുന്നത്. എല്ലാവർക്കും ത്തിലേക്ക് ക്ഷണിക്കുന്ന കക്ഷിത്വമില്ലാത്ത ഒരു ടീം ഇവിടെ പ്രവർത്തിക്കണ്ടേ. അതാണ് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട റയീസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനത്തെ ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് അത് പ്രബോധനം ചെയ്യുന്ന പ്രവർത്തനമാണ് കേരള മുസ്ലിം ജമാഅത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിദേശത്തെ ഘടകമാണ് അയ്യുഹന്നാസ്, മനുഷ്യരിലേക്ക് ഇറങ്ങി എല്ലാ മനുഷ്യരെയും അതേ സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന നമ്മുടെ ദഅവത്തിന്റെ പ്രവർത്തനം നടത്തുന്നത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മുടെ കേരള യാത്ര സംഘടിപ്പിച്ചപ്പോ ആളുകൾക്ക് അവരെ ആഹ്റം രക്ഷപ്പെടുത്താൻ ആവശ്യമായത് അവരോട് പറഞ്ഞു. ഭൗതികമായ നിലക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങളിങ്ങനെ ഓരോ ജില്ലയിലും മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠനം നടത്തി അത് പിന്നീട് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞങ്ങളത് ഒരു മെമ്മോറണ്ടമാക്കി അവസാനം കൊണ്ടുപോയി കൊടുക്കുകയാണ്. മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഒന്നിച്ചാ കൊടുക്കുന്നത്. അപ്പോ മുഖ്യമന്ത്രി കൈനീട്ടുമ്പോ പ്രതിപക്ഷ നേതാവിനോട് ഇത് നമുക്ക് രണ്ടാക്കുവാണ്, നിങ്ങളും കൂടി കൈനീട്ടണോ. അങ്ങനെ ഒരുമിപ്പിക്കാൻ പഠിച്ചവന്റെ തോപ്പി കൂടി നമുക്ക് സാധിച്ചു. അവർക്കിടയിലുള്ള വിഷയം നമ്മൾ നോക്കണ്ട, അത് അവരുടെ ഡ്യൂട്ടി അവർ നിർവഹിക്കും. നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മൾ നിർവഹിക്കുന്നത്. നമ്മൾ മനുഷ്യർക്കൊപ്പമാണ്. അങ്ങനെ രണ്ടാളെ കൊണ്ടും അത് വാങ്ങിപ്പിച്ചു. ഒരു സ്ഥലത്തുനിന്ന് പത്രക്കാരെ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ കുറെ ആവശ്യങ്ങളൊക്കെ ഗവൺമെന്റിനോട് ഉന്നയിക്കുമ്പോ ഗവൺമെന്റിനെ നിങ്ങൾ അതിലൂടെ വിമർശിക്കല്ലേ ചെയ്യുന്നത്, ചെയ്യേണ്ടൊന്നും ചെയ്തിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം?
ഞാൻ അവരോട് പറഞ്ഞു, ഗവൺമെന്റിനെ ഞങ്ങൾ സഹായിക്കുകയാണ്. കാരണം എന്താ വേണ്ടത് എന്ന് നോക്കി തെരഞ്ഞു പിടിച്ചിട്ട് ആ വിവരം അവരെ അറിയിക്കുകയാണ്. അത് ഗവൺമെന്റിനെ സഹായിക്കലാണ് എന്ന് പറഞ്ഞു. അപ്പൊ പത്രക്കാരന്റെ ചോദ്യം, ഇനി എത്ര ദിവസമാണ് ഈ ഗവൺമെന്റ് ഉണ്ടാകുക എന്ന് അറിയില്ലല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു, ഇന്ന ഗവൺമെന്റ് ഞങ്ങൾക്കില്ലല്ലോ. ഏത് ഗവൺമെന്റ് ആയിരുന്നാലും ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധപ്പെടുത്താനാണ്. അത് ഇപ്പോഴുള്ള ഗവൺമെന്റ്, അടുത്ത ഗവൺമെന്റ് അതേതാണെന്ന് ഞങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പത്രക്കാരൻ അവിടെ തൽക്കാലം സുഖമുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല. നമ്മൾ ഒരു പഞ്ചായത്ത് മെമ്പറായി മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിന്റെ മേലോട്ടുള്ളതിനെ തീരെയില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അള്ളാഹ് പഠിച്ചവനെ ഞാനൊരു മുഖ്യമന്ത്രിയാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കാക്കട്ടെ എന്ന് പറയും ഞാൻ. കാരണം അത് വലിയ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇനി അവിടെ ഡ്യൂട്ടിയെല്ലാം നിന്നു പോകും. നമുക്ക് വേറെ ഡ്യൂട്ടി അള്ളാഹു തന്നിട്ടുണ്ട്. അതെന്താണ്? സത്യത്തിന്റെ പ്രബോധനമാണ്, ദഅവത്താണ്. അതാണ് ഏറ്റവും വലിയ ദഅവത്ത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? വഅമില സാലിഹൻ, നല്ല കാര്യം പ്രവൃത്തി ചെയ്യുന്നവനേക്കാൾ ആരാണ് വേറെയുള്ളത് എന്ന് ഖുർആൻ ചോദിച്ചില്ലേ? അപ്പൊ നമ്മുടെ സംഘടന എന്ന് പറയുന്നത്, നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് ദഅവത്തിന് വേണ്ടിയുള്ളതാണ്. എല്ലാ ജനങ്ങളെയും കക്ഷിഭേദമന്യേ നമ്മുടെ ശരിയിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ക്ഷണിക്കുമ്പോ പ്രകോപനമില്ലാത്ത പ്രബോധനം, ആ പ്രകോപനമില്ലാത്ത പ്രബോധനം കേട്ടിട്ട് ആരാണോ ശരി മനസ്സിലാക്കി ഉൾക്കൊള്ളുന്നത് അവർക്കത് ഉൾക്കൊള്ളാം എന്നല്ലാതെ ആരെയും ബലാത്കാരമായി ഇസ്ലാമിലേക്ക് കടത്തുന്ന പരിപാടി ഇല്ലല്ലോ. ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതല്ലേ, ലാ ഇക്റാഹ ഫിദ്ദീൻ. അതേപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കേരള യാത്രയിൽ ഓരോന്നോരോന്ന് ഖുർആൻ ഓതി നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉഖ്രിജത്തിൽ നാസ്, മനുഷ്യ സമൂഹത്തിന് വേണ്ടി വന്ന ഉമ്മത്താണ് നമ്മുടെ ഉമ്മത്ത്. ഈ ഉമ്മത്തിന്റെ ഡ്യൂട്ടിയാണ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നല്ല കാര്യം നിർദ്ദേശിക്കുക, ചീത്തയായ കാര്യങ്ങൾ വിരോധിക്കുക. അത് നിർത്തിവെച്ചിട്ട് ആളുകളെ സൂചിപ്പിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യം അല്ല. അതൊരിക്കലും ശരിയായ ഉമ്മത്തിന്റെ വഴിയും അല്ല, ഖുർആൻ പഠിപ്പിച്ച ആശയവും അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആശയത്തിൽ നിന്നുകൊണ്ട് ആരെയും പ്രകോപിപ്പിക്കാതെ, ആരെയും ചീത്ത വിളിക്കാതെ, ആരെയും തെറിപറയാതെ, ആരെയും നിന്ദിക്കാതെ. ഞാൻ ഇന്നലെ പാനൂരിലായിരുന്നു എനിക്ക് പ്രസംഗം. പാനൂരിലെ പ്രസംഗം കഴിഞ്ഞ് മട്ടന്നൂരിൽ വന്ന് അവിടെ താമസിച്ച് രാവിലെ ട്രെയിനിന് വന്നതാണ് അബുദാബിയിലേക്ക്. സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് യാത്ര കഴിഞ്ഞിട്ടൊന്നുമില്ല, യാത്ര തന്നെയാണ്. അടുത്ത കാലത്തൊന്നും കസറാക്കി കേൾക്കുന്നതിന് കുഴപ്പമുണ്ടാവും തോന്നില്ല. അപ്പോ ഇന്നും കസറാക്കിയിട്ട് ഞാൻ നിസ്കരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അബുദാബിയിൽ ഇറങ്ങിയിട്ട് നേരെ സെയ്ത്തിലേക്കാണ് പോയത്. സെയ്ത്തിൽ നിന്ന് നേരെ അലയിലേക്കാണ് പോയത്. അന്നയിൽ നിന്ന് നേരെ ഇവിടെ വരികയാണ്. ഇനിയിപ്പോ നാളെ ഇവിടെ എല്ലാം ഉണ്ടെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആരും അഹങ്കാരികളാകാൻ പാടില്ല. ഒരു അഹങ്കാരവും നമുക്ക് പറ്റൂല. അഹങ്കാരത്തിന് അർഹതയുള്ളവൻ അള്ളാഹ് മാത്രമാണ്. വലകുൽ കിബിരിയാകുന്ന ഖുർആൻ പറഞ്ഞു, പഠിച്ചവന് മാത്രമാണ് വലിപ്പത്തരം, ആർക്കും വലിപ്പത്തരമില്ല. അല്ലാഹു അക്ബർ, അള്ളാഹ് വലിയവനാണ്. പ്രസവിച്ച ഉടനെ മറ്റേച്ച് വിട്ട് കേൾക്കുന്നതാണ് അല്ലാഹു അക്ബർ, അള്ളാഹ് വലിയവനാണ്. വന്ന നീയും വലിയവനല്ല, നീ വരാൻ കാരണമായ വാപ്പയും ഉമ്മയൊന്നും വലിയ ആളല്ല, ഡോക്ടറും വലിയ ആളല്ല, ആരും വലിയ ആളല്ല. വലിയവൻ ഒരുത്തനേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അല്ലാഹു അക്ബർ. അത് പ്രസവിച്ച ഉടനെ വലത്തെ ചവിട്ടിലും ഇടത്തെ ചവിട്ടിലും കേൾപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിമീങ്ങളായ ആളുകൾ. അവിടെ ഇങ്ങോട്ട് പിന്നെ ഒരു ദിവസം 50 പ്രാവശ്യമാണ് അത് കേൾക്കുന്നത്. അല്ലാഹു അക്ബർ. നിസ്കരിക്കുമ്പോഴൊക്കെ അത് തന്നെയാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹ് വലിയവനാണ്, വേറെ ആരാണ് ഇവിടെ വലിയവൻ? അല്ലാഹു വലിയവനാണ്. അതുകൊണ്ടാണ് നമ്മളെ നേതാക്കന്മാര് സ്റ്റേജിലേക്ക് വരുമ്പോ നമ്മുടെ നേതാവ് എന്താണെന്ന് നമ്മളാരും വിളിച്ചറിയില്ല, അല്ലാഹു അക്ബർ അന്നേരം പറയും അല്ലാഹ് വലിയ ആളാണ്. ഇനി ഒരു നേതാവ് പ്രസംഗിക്കുമ്പോ ആ പ്രസംഗത്തിൽ സന്തോഷമുള്ള ഒരു വാക്ക് പറഞ്ഞാൽ, ഏതാണ് പ്രസംഗിക്കുമ്പോഴതാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ പതിവ്. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗത്തിൽ സന്തോഷമുള്ള കാര്യം പറഞ്ഞാൽ ഉടനെ സഹാബത്ത് അല്ലാഹു അക്ബർ എന്ന് പറയും. അതാണ് നമ്മൾ ഇപ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. നമ്മളെ സ്റ്റേജ് മേൽ ചിലപ്പോ പല പാർട്ടിക്കാരും വരും, അവർ മുസ്ലിമീങ്ങളായിരിക്കില്ല. അവരെവിടെ ചെന്നാലും പ്രസംഗിക്കുന്ന സമയത്തും
ബൊക്ക കൊടുക്കുന്ന സമയത്തും ആശീർവാദം പറയുമ്പോഴും പേര് പറയുമ്പോ ഒക്കെ അവർക്ക് കൈമുട്ട് കിട്ടും. നമ്മുടെ സ്റ്റേജിൽ വന്നാലും മുഖ്യമന്ത്രി വന്നാലും ഇനി പ്രതിപക്ഷ നേതാവ് വന്നാലും ആര് വന്നാലും ഒരു കൈമുട്ട് കിട്ടൂല. കാരണം അവർക്ക് അറിയുന്നവരാണെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കും, അറിയാത്തവരാണെങ്കിൽ അവര് തിരിയാത്തവൻ നട്ടം തിരിയുന്ന പറഞ്ഞ മാതിരിയാണോ. നമ്മൾ തക്ബീർ കൊണ്ട് അല്ലാഹു വലിയവരാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ എല്ലാ വിഷയത്തെയും സ്വീകരിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹ് മാത്രമേ വലിയവനുള്ളൂ. ഇത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ചൊരു ആശയമാണ്. അല്ലാഹു അക്ബർ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയവൻ അവൻ മാത്രമാണെന്ന് വിചാരിക്കുമ്പോ പിന്നെ ഞാനൊരു വലിയവനാണ് എന്ന് ചിന്തിക്കുന്നൊരു വിഷയം ഒരു മുസ്ലിമിന്റെ അജണ്ടയിലില്ല. അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം. ഇന്നലെ ഞാൻ പാനൂർ കല്ലർക്കെന്ന വേദിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു പണ്ഡിതൻ, ആ പണ്ഡിതനെ ആളുകൾ ബഹുമാനിക്കുമ്പോ ആദരിക്കുമ്പോ ഞാനൊരു വലിയവനാണ് എന്ന പണ്ഡിതന് തോന്നാൻ പാടില്ല. സാധാരണക്കാരനെ കാണുമ്പോ പണ്ഡിതന്റെ മനസ്സിലുണ്ടാകേണ്ടത്, പടച്ച റബ്ബേ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയെങ്കിൽ അറിവുള്ളതോടുകൂടെ ചെയ്തതുകൊണ്ട് നീ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിലോ എന്ന ഭയമാണ്. സാധാരണക്കാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകേണ്ടത്, ഈ സാധാരണക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് വിവരമില്ലാത്തത് കൊണ്ട് ചെയ്തു പോയ തെറ്റായതിനാൽ നീ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയും വിവരമുള്ള എന്നെ ശിക്ഷിക്കുകയും ചെയ്താലോ, അതുകൊണ്ട് നിന്റെ അടുക്കൽ എന്നെക്കാൾ ബഹുമാനം ഈ സാധാരണക്കാരനായിക്കൂടാ എന്ന് പണ്ഡിതന്മാര് ചിന്തിക്കണം. ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ ഉപദേശമാണ്. അതേപോലെ സാധാരണക്കാർ പണ്ഡിതന്മാരെ കാണുമ്പോ അവര് തിരിച്ചു ചിന്തിക്കണം, പടച്ചവനെ ഞാൻ പല തെറ്റും ചെയ്തു പോയിട്ടുണ്ടാവും, ഈ പണ്ഡിതന്റെ അടുക്കലും ചിലപ്പോൾ തെറ്റ് വന്നിട്ടുണ്ടാവും, പക്ഷേ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കാവലിനുണ്ടെങ്കിലോ, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കാരണത്താൽ നീ അദ്ദേഹത്തെ ആദരിച്ച് മാപ്പ് കൊടുത്താലോ എനിക്ക് വിവരവും ഇല്ലല്ലോ അല്ലാ എന്ന നിലയ്ക്ക് ഞാനായിരിക്കും ഈ പണ്ഡിതനേക്കാൾ താഴെയുള്ളവൻ എന്ന് സാധാരണക്കാരൻ ചിന്തിക്കണം. പ്രായമുള്ളവരെ കാണുമ്പോൾ ചെറുപ്പക്കാര് ചിന്തിക്കണം, ഈ പ്രായമുള്ള ആള് അദ്ദേഹത്തിന് 80 വയസ്സായി, പടച്ച റബ്ബേ അദ്ദേഹം ഇപ്പോൾ മരിച്ചാൽ അദ്ദേഹത്തിന് ഒരു 70 കൊല്ലത്തോളമുള്ള സൽക്കർമ്മങ്ങൾ അദ്ദേഹത്തിന് പിന്തുണയുണ്ടാകുമല്ലോ. 16 വയസ്സുള്ള ഞാനിപ്പോൾ മരിച്ചാൽ എനിക്ക് ആകെ ഉണ്ടെങ്കിൽ തന്നെ 15 വയസ്സിലാണ് പ്രായപൂർത്തിയായതെങ്കിൽ 1 കൊല്ലത്തെ ഇബാദത്താണ് എനിക്ക് പിന്തുണയുള്ളത്, അത് തന്നെ നീ സ്വീകരിച്ചു എന്നതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലല്ലോ. അപ്പൊ പണ്ട് ഒരു പ്രായമുള്ളവരെ കാണുമ്പോൾ ചെറുപ്പക്കാരെ മനസ്സിൽ അവരോട് ആദരവ് തോന്നണം. എന്നാൽ ചെറുപ്പക്കാരനെ കാണുമ്പോ പ്രായമുള്ളവരെ മനസ്സിൽ എങ്ങനെ തോന്നണം, പടച്ചവനെ ഞാനൊരു 80 വയസ്സുള്ള ഞാനിപ്പോ മരിച്ചാൽ എനിക്ക് ഏകദേശം 65 കൊല്ലത്തെ ദോഷങ്ങളെ സംബന്ധിച്ച് നിന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയണല്ലോ, നീ ചെയ്ത നിഅമത്തുകൾക്ക് ഞാൻ അനുഗ്രഹത്തിന് നന്ദി ചെയ്തോ എന്ന് ഞാൻ നിന്റെ മുമ്പിൽ അവതരിപ്പിക്കണമല്ലോ. ഈ 16 വയസ്സുള്ള ചെറുപ്പക്കാരൻ മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആകെ 1 കൊല്ലത്തെ കണക്കല്ലേ പറയാനുള്ളൂ എന്ന് ഈ ചെറുപ്പക്കാരന് ആദരവ് കാണണം. ആര്? പ്രായമുള്ളവൻ. ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു അമുസ്ലിം സഹോദരനെ കണ്ടാൽ അപ്പോൾ മുസ്ലിമായ മനുഷ്യൻ ചിന്തിക്കണം, എത്ര അമുസ്ലിമീങ്ങൾ അവസാനം അവന് ഈമാന് കിട്ടി സന്മാർഗത്തിലായി അങ്ങനെ സ്വർഗത്തിലേക്ക് പോയവരുണ്ട്. അതേ സമയത്ത് എത്ര മുസ്ലിമീങ്ങൾ അവസാനം നല്ല നിലക്കൊക്കെ ജീവിച്ച് അവസാനം ഈമാൻ തെറ്റി അങ്ങനെ നരകത്തിലേക്ക് പോയ എത്ര ആളുകളുണ്ട്. അല്ലാഹുവേ എന്റെ ഈമാൻ എനിക്ക് രക്ഷപ്പെട്ടു കിട്ടുമോ ഇല്ലേ? അദ്റക്തു സലാസീന മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, 30-ലധികം സഹാബികളെ ഞാൻ കണ്ടു. ആ സഹാബികളെല്ലാം ഈമാൻ തെറ്റിപ്പോകുമോ, എനിക്ക് കാപട്യമുണ്ടോ എന്ന് ഭയപ്പെടുന്നു. ആര്? സഹാബികൾ ഭയപ്പെടുന്നു. അതേ സമയത്ത് അവരാരും പറയുന്നില്ല ഞങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലെ മഅസൂമാണ്, മീകായിൽ അലൈഹിസ്സലാമിനെ പോലെ മഅസൂമാണ്, ഒരു തെറ്റും സംഭവിക്കൂല, ഞങ്ങളുടെ ഈമാൻ പോയി പോകില്ല എന്ന് ഉറപ്പുണ്ടെന്ന് ഒരു സഹാബിയും പറയുന്നില്ല. അവർ ഈമാൻ തെറ്റിപ്പോകുന്ന പേടിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി അവിടെ ഉദ്ധരിക്കുകയാണ്, വഖാല ഹസനു, ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യഅ്മനുഹു ഇല്ലാ മുനാഫിഖുൻ വലാ യഖാഫുഹു ഇല്ലാ മുഅ്മിനുൻ. ഈമാൻ തെറ്റിപ്പോകുമോ എന്ന പേടി അത് ഈമാനുള്ളവർക്കാണ് ഉണ്ടാവുക.
അതേ സമയത്ത് ഞാൻ വളരെ ഉഷാറാണ് എന്ന ചിന്ത അത് മുനാഫിഖിനാണ് ഉണ്ടാവുക. സുഹൃത്തുക്കളെ, അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു പറയുന്നത്, ഈ അമുസ്ലിം സഹോദരൻ അവസാനം ഒരുപക്ഷെ ഈമാൻ കിട്ടി, അയാൾ ഇസ്ലാമായി മുസ്ലിമായി അയാൾ സ്വർഗത്തിലേക്ക് പോയാലോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് അവസാനം എന്റെ ഈമാൻ തെറ്റിപ്പോകുമോ എന്ന ഭയമാണ് മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാകേണ്ടത്. ഒരു മനുഷ്യനെയും നിസ്സാരപ്പെടുത്താൻ വകുപ്പില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ലൻ യദ്ഖുല മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബർ, ഒരടമണി തൂക്കം കിബറുള്ളവൻ സ്വർഗ്ഗത്തിൽ കടക്കില്ല. സഹാബത്ത് ചോദിച്ചു, യുഹിബ്ബു റജുലു അൻ യകൂന നഅലുഹു ഹസന വസൗബുഹു ഹസന, നല്ല ഡ്രസ് ഉണ്ടാവുക, നല്ല ചെരിപ്പുണ്ടാവുക, അതൊക്കെ ആളുകൾ ഇഷ്ടപ്പെടൂലേ നബിയെ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു അഴകാണ്, അഴകിനെ സൃഷ്ടിക്കുന്നവനാണ്. യുഹിബ്ബുൽ ജമാൽ, അതേ ഭംഗിയെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അവിടെ ഭംഗിയുള്ള ചെരുപ്പ് ധരിക്കലോ, ഭംഗിയുള്ള വസ്ത്രം ധരിക്കലോ, ഭംഗിയുള്ള കാറിൽ പോകലോ, ഭംഗിയുള്ള വീട് നിർമ്മിക്കലോ അതൊന്നുമല്ലല്ലോ കിബർ എന്ന് പറയുന്നത്. അൽ കിബ്റു ബത്റുൽ ഹഖ് വഗംതുൻ നാസ്, കിബ്ർ എന്ന് പറയുന്നത് സത്യത്തോട് മത്സരിക്കുക. ഇബ്ലീസിന് അതല്ലേ ഉണ്ടായത്? ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹ് ബഹുമാനിച്ചു, ആ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവൻ മാത്സര്യ ബുദ്ധിയോടുകൂടെ അവന് ഞാൻ സുജൂദ് ചെയ്യുകയോ എന്ന ചോദ്യം ചോദിച്ചു. അവൻ ഇസ്തക്ബറ, അവൻ കിബ്ർ കാണിച്ചു, ഞാൻ എന്ന വിചാരമുണ്ടായി അവന്. അതാണ് കിബ്ർ. അതേ ബത്റുൽ ഹഖ്, സത്യത്തോട് മത്സരിക്കുക. വഗംതുൻ നാസ്, മനുഷ്യരെ നിസ്സാരമായി കാണുക. അവിടെ നബിതങ്ങളുടെ പ്രയോഗം നോക്ക് നിങ്ങൾ, മുസ്ലിമിനെ നിസ്സാരമായി കാണുക എന്നല്ല പറയുന്നത്, മനുഷ്യരെ നിസ്സാരമായി കാണുക. അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെയും നിസ്സാരപ്പെടുത്തിക്കൂടാ, ആരെയും നിസ്സാരപ്പെടുത്തിക്കൂടാ. നമുക്ക് ആഖിറത്ത് അറിയില്ല, അവസാനം എങ്ങനെയെന്ന് ആരെ പറ്റിയും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആരെയും നിസ്സാരപ്പെടുത്തിക്കൂടാ. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വിനയം. ആ വിനയാന്വിതരായി ജീവിക്കേണ്ട മുസ്ലിമീങ്ങൾ, ആ വിനയത്തോടുകൂടെയാണ് അവർ ജീവിക്കുന്നതെങ്കിൽ, ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കൂല, മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിക്കൂല. കേരള യാത്രക്കിടയിൽ ഒരു ചെറിയ സമയം, നമ്മുടെ വാഹന വ്യൂഹം എത്താനുള്ള ചെറിയൊരു സമയം എനിക്ക് ലാഭം കിട്ടി കൊടുങ്ങല്ലൂരിൽ വെച്ച്. ഞാൻ അവിടെ എന്നെ വളരെ സ്നേഹിക്കുന്ന ഇബ്രാഹിം എന്നുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നാസൈ കമ്പനിയിൽ അദ്ദേഹം ഈ അടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു കുത്തുബിയത്തിനെ ക്ഷണിച്ചിട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അതൊന്ന് ആ വീട്ടാന്ന് വിചാരിച്ചിട്ട് കുത്തുബിയത്തിലേക്ക് ചായ കുടിക്കാനോ, അങ്ങനെ അവിടെ ഒന്ന് പോയി. അവിടുന്ന് വരുമ്പോ ചേരമാൻ പള്ളിയിൽ കയറി. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി ചേരമാൻ പള്ളി കൊടുങ്ങല്ലൂരിൽ. ആ പള്ളിയിൽ കയറി അവിടുന്ന് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചു. ആ പള്ളിയുടെ ചെരുവിൽ അവിടെ ആ കാലഘട്ടത്തിൽ വന്ന ഇസ്ലാമിന്റെ ആ പ്രഭ പരത്താൻ വേണ്ടി വന്ന മഹാന്മാരിലുള്ള ഒരു വ്യക്തി ഹബീബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുണ്ട്. തൊട്ടടുത്ത് അവരുടെ ഭാര്യയാണെന്ന് തോന്നുന്നു, അവരുടെ ഒരു ഖബറും ഉണ്ട്. ഞാൻ അവിടെ സിയാറത്ത് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് സിയാറത്ത് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വന്നു. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, 12 ആളുകൾ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് വരുമ്പോ ഒരു SSF-കാരനോ SOS-കാരനോ കേരള മുസ്ലിം ജമാഅത്തുകാരനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടനയിൽ പ്രവർത്തിക്കുന്നവരോ ഒരൊറ്റ മുസ്ലിമും ഇല്ലാത്ത കാലത്ത് 12 ആളുകൾ ഇന്ത്യയിലേക്ക് വന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോ വലിയ യാത്ര ചെയ്തു എന്നൊക്കെയുള്ള ധാരണയിലാണ്. എന്ത് യാത്ര? നമ്മൾ നടത്തിയ യാത്ര AC ഉള്ള വണ്ടിയിൽ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന യാത്ര പ്ലെയിനിൽ, അല്ലെങ്കിൽ നമ്മൾ നടത്തിയ യാത്ര നല്ല സൗകര്യമുള്ള കപ്പലിൽ, അങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ യാത്ര, അല്ലെ ട്രെയിനിൽ. എന്നാൽ അവർ നടത്തിയ യാത്രയോ, അവർ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി നടത്തിയ യാത്ര പായക്കപ്പലിൽ. പായക്കപ്പൽ എന്ന് പറഞ്ഞാൽ യന്ത്രവൽക്കരണ കപ്പലല്ല, യന്ത്രവൽക്കരണ ബോട്ടല്ല, വെറും പായ പിടിച്ചു കെട്ടിയിട്ട് ആ പായക്ക് കാറ്റടിക്കുന്നതിന്റെ ഗതി അനുസരിച്ച് നീങ്ങുന്ന കപ്പൽ. അവരുടെ കയ്യിൽ ഒരു ടോർച്ചില്ല, അവരുടെ കയ്യിൽ ഇതുപോലെയുള്ള സംവിധാനമുള്ള ഒരു ഫോണില്ല, അവരുടെ കയ്യിൽ ഒരു ടോർച്ചില്ല, ഇലക്ട്രിക് ലൈറ്റ് ഇല്ല, അവരുടെ കയ്യിൽ ഒരു ഫ്രിഡ്ജ് ഇല്ല, ഫ്ലാസ്ക് ഇല്ല, ചൂടുവെള്ളം സൂക്ഷിക്കാൻ സംവിധാനമില്ല. ഒന്നുമില്ലാതെ പായക്കപ്പലിൽ കയറിയിട്ട് മാസങ്ങളോളം ആ കടലിന്റെ തിരമാലകളോട് മല്ലടിച്ച് അവരെന്തിനു വന്നു? അവർ വന്നത്
അമേരിക്കയുടെ ഭരണം കിട്ടുന്നതിനേക്കാൾ, റഷ്യയും ചൈനയും അധീനത്തിലാകുന്നതിനേക്കാൾ, എല്ലാ രാജ്യത്തുള്ളത് മുഴുവനും നിനക്ക് കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് നീ കാരണമായി ഒരു മനുഷ്യൻ ഹിദായത്താകുന്നത് എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രവർത്തനത്തിന്റെ മഹിമ പറയുന്ന ആ ഹദീസ് ആ മഹാന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവൻ പോയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയം, ഇസ്ലാമിന്റെ ആശയം ഇന്ത്യയിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മനസ്സിലാക്കി അവർ കേരളത്തിലേക്ക് വരുമ്പോൾ സ്വീകരിക്കാൻ അവിടെ ഒരു മുസ്ലിം ഇല്ല എന്നവർക്കറിയാം. അവിടെ ആരും അവർക്ക് റൂം ഒരുക്കിയിട്ടില്ല, സ്വീകരണം ഒരുക്കിയിട്ടില്ല, ആരും അഭിവാദ്യം അർപ്പിക്കാനില്ല. പക്ഷേ അവർ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ അവർ കേരളത്തിലേക്ക് വന്നപ്പോൾ അവരുടെ സ്വഭാവവും അവരുടെ ആത്മീയ ചൈതന്യവും അവർ ദ്വാ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുന്നതും അവർ ഊതിക്കൊടുത്ത വെള്ളം കുടിക്കുമ്പോൾ വിഷമിറങ്ങുന്നതും അവരൊന്ന് മന്ത്രിച്ചു കൊടുത്താൽ രോഗം മാറുന്നതും അവർ കൈയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മഴ പെയ്യുന്നതുമൊക്കെ നേരിൽ അനുഭവിച്ച നമ്മുടെ മുൻഗാമികളായ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ ആ മഹാന്മാരോട് അവരെ കൽബിൽ സ്നേഹമുണ്ടായി. അവർ 12 ആളുകൾക്ക് 10 സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. മറ്റുള്ള മതക്കാർ ചെയ്തു കൊടുത്തു. ഞാനൊരു സങ്കടം പറയട്ടെ, ലോകം മുഴുക്കെ മുസ്ലിമീങ്ങൾ പല വിധത്തിലും ബുദ്ധിമുട്ടുന്നു. നമ്മുടെ നാട്ടിലും ബുദ്ധിമുട്ടുന്നു. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു, നമ്മൾ മുഷ്ടി ചുരുട്ടി ഒരു മുദ്രാവാക്യം വിളിച്ചാൽ, നമ്മളൊരു യാത്ര നടത്തിയാൽ, അല്ലെങ്കിൽ പ്രകടനം നടത്തിയാൽ, നമ്മൾ കുറെ പ്രസംഗിച്ചാൽ, അല്ലെങ്കിൽ കുറെ അധികാരത്തിൽ കയറിയാൽ, അതുകൊണ്ടൊക്കെ നമുക്ക് എല്ലാം രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നു. അതിൽ ആവശ്യമുള്ളതൊന്നും വേണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിനാണ്, അവന്റെ റസൂലിനാണ്, വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കാണ്. അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹ് നിബന്ധന വെച്ച് ഷർത്ത് വെച്ചാണ് പറഞ്ഞത്, നിങ്ങൾ ശരിയായ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാർ. അവിടെയാണ് നമുക്ക് ശോഷിപ്പ് സംഭവിച്ചത്, അവിടെയാണ് മുസ്ലിം ഉമ്മത്തിന് ന്യൂനത സംഭവിച്ചത്. നമ്മൾ കാണുന്നു. അതേ നമ്മുടെ നാട്ടിൽ വന്ന് തൊഴിലെടുക്കുന്ന ധാരാളം ആളുകളെ കാണുന്നു. ബംഗാളിൽ നിന്ന് വന്നവരാകാം, പശ്ചിമ ബംഗാളിൽ നിന്ന് വന്നവരാകാം, അതേപോലെ ബീഹാറിൽ നിന്ന് വന്നവരാകാം, ഹരിയാനയിൽ നിന്ന് വന്നവരാകാം. പേര് സദഖത്തുള്ള, അതേപോലെ തന്നെ മഅരിഫത്തുള്ള, എന്തെല്ലാം പേരാണ്. പക്ഷേ അവർക്ക് ഫാത്തിഹ അറിയില്ല, ഖുൽ ഹുവല്ലാഹു അഹദ് അറിയില്ല, വുദു അറിയില്ല, നിസ്കാരം അറിയില്ല. കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് അവർക്ക് വിശ്വാസം എന്താണെന്ന് അറിയില്ല, കർമ്മം എന്താണെന്ന് അറിയില്ല. അവിടെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100 കൊല്ലത്തെ പ്രവർത്തനത്തിന്റെ മഹിമ നമ്മൾ കാണുന്നത്. സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും അറിവ് കൊടുത്തു നമ്മുടെ പണ്ഡിത സഭ. എല്ലാവരെയും സംസ്കരിച്ചു നമ്മുടെ പണ്ഡിത സഭ. അതിന്റെ കാരണത്താൽ മറ്റുള്ള സ്റ്റേറ്റുകളൊന്നും അനുഭവിക്കാത്ത നന്മകൾ നമ്മുടെ സ്റ്റേറ്റിലും അതിനോട് ചേർന്ന് നിൽക്കുന്ന കന്നഡയിലും അതുപോലെ തമിഴ്നാട്ടിൽ ചില സ്ഥലങ്ങളിലുമൊക്കെ അനുഭവിക്കുന്നു അതിന്റെ ഗുണഫലം. കാരണം ദൈവത്തിന് വേണ്ടി നമ്മുടെ ആലിമീങ്ങൾ അവരെത്ര ചീത്ത കേട്ടു, എത്ര കല്ലേറ് കിട്ടി, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അതെപ്പോൾ ഇന്നും ഇന്നലെയല്ല. നാദാപുരത്ത് ബഹുമാനപ്പെട്ട KK സദഖത്തുള്ള മുസ്ലിയാരും കീഴന ഉസ്താദും അതുപോലുള്ള വലിയ ആലിമീങ്ങളൊക്കെ പങ്കെടുത്ത ഒരു മീറ്റിംഗ് എനിക്ക് ഓർമ്മയുണ്ട്. ആ യോഗത്തിൽ വെച്ച് ആലിമീങ്ങൾ പ്രസംഗിക്കുന്നു. സമസ്ത കേരള ജമിയത്ത് ഉണ്ടാക്കിയ കാലത്ത് കോഴിക്കോട്ടങ്ങാടിയിൽ നീളക്കുപ്പായമിട്ട് ഇറങ്ങിയാൽ പണ്ഡിതന്മാരെ കൂക്ക് വിളിക്കും, പണ്ഡിതന്മാരെ ചീത്ത വിളിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യം സമസ്ത കേരള ജമിയത്തുൽമ ഉണ്ടാക്കിയ കാലത്ത് ഇവിടെ ആലിമീങ്ങൾ അനുഭവിച്ചു. കാരണം പണക്കാര് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാണ്, സ്വാധീനമുള്ളവർ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാണ്. പണ്ഡിതന്മാർക്കൊരു സ്ഥാനവുമില്ലാത്തൊരു കാലഘട്ടം കേരളത്തിൽ തന്നെ ഏകദേശം 100 കൊല്ലത്തിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന്
ത്യാഗം സഹിച്ച് നമ്മുടെ പണ്ഡിതന്മാർ അധ്വാനിച്ച് പ്രവർത്തിച്ച് എതിർപ്പുകളെ ഒക്കെയും അവർ നല്ല അതേ പുഷ്പമായി സ്വീകരിച്ച് അതിവിവരമില്ലാത്ത ജനങ്ങളാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിഞ്ഞ് കണ്ട തണ്ടങ്കാലിന് രക്തം പൊട്ടി ഒലിക്കുമ്പോ നശിപ്പിക്കട്ടെ നബി അവരെ എന്ന് പറയുമ്പോ വേണ്ട, അവർ നന്നായെങ്കിലോ ഇല്ലെങ്കിൽ അവരെ മക്കളെങ്കിലും നന്നായെങ്കിലോ നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞ ഹബീബ് നബി തങ്ങളുടെ ആ ഒരു ശൈലിയും സ്വഭാവവും അനന്തരമായി കിട്ടിയ പണ്ഡിതന്മാർ എതിർപ്പുകളെ ഒരല്പവും തന്നെ വിലവെക്കാതെ അവരെ ഡ്യൂട്ടി നിർവഹിച്ചതിനാൽ നമ്മുടെ കേരളം ദീനീ രംഗത്ത് സമ്പന്നമാണ്. എന്നാൽ പറയട്ടെ, ഇപ്പോൾ അത് പോയില്ലേ? ഇപ്പോൾ കേരളത്തിലും പോയില്ലേ? സുബ്ഹാനല്ലാഹ്, എല്ലാ പെൺകുട്ടികളും യാതൊരു ലജ്ജയുമില്ലാതെ പുറത്തിറങ്ങാണ്, യാതൊരു ലജ്ജയുമില്ലാതെ റോട്ടുമിറങ്ങി തുള്ളുകയാണ്. അങ്ങനെ തുടങ്ങി ദീനിന്റെ ശിആറുകൾ നശിപ്പിക്കപ്പെടുകയാണ്. അത് കാണുമ്പോൾ പണ്ഡിതന്മാരെ നെഞ്ചുരുകുന്നുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാർ, ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഇസ്സത്ത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ ഈമാൻ കുറഞ്ഞു കുറഞ്ഞു പോകുന്നതിനനുസരിച്ച് മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് എല്ലാ നാട്ടിലും കുറഞ്ഞു കുറഞ്ഞ് അതാ ചോദ്യചിഹ്നമായി മാറുന്നു. അതുകൊണ്ട് എല്ലാവരോടും എപ്പോഴും പറയാനുള്ളത്, ഇവിടെ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, അധികാരമുള്ളവരൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. വബിയദിഹി മലകൂതു കുല്ലി ശൈഇ, എല്ലാ വസ്തുവിന്റെ അധികാരവും അല്ലാഹുവിനാണ്. ആ അല്ലാഹുവാണ് എല്ലാ രാജാക്കന്മാരുടെയും എല്ലാ ഭരണാധികാരികളുടെയും എല്ലാ കക്ഷികളുടെയും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് ഇറങ്ങി അവന്റെ ഖുർആൻ പറഞ്ഞ ജീവിത ശൈലി സ്വീകരിച്ചാൽ, നിങ്ങൾ കണ്ടില്ലേ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു വരുമ്പോ ആരും അവരെ കൂടെയില്ല. പക്ഷേ ആ 12 ആളുകൾക്ക് 10 സ്ഥലത്ത് പള്ളി നിർമ്മിക്കാനുള്ള സൗകര്യമാണ്. അതേ സമയത്ത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ പല സ്ഥലത്തും നേരത്തെ നിർമ്മിക്കപ്പെട്ട പള്ളികൾ പൊളിക്കപ്പെടുകയാണ്. എവിടെയാണ് മാറ്റം വന്നത്? അല്ലാഹുവിന് മാറ്റമുണ്ടോ? അള്ളാഹുവിന്റെ അധികാരത്തിന് മാറ്റമുണ്ടോ? അള്ളാഹിന്റെ കഴിവിന് മാറ്റമുണ്ടോ? അള്ളാഹു മനുഷ്യരുടെ ഹൃദയത്തിൽ നേരത്തെ കൊടുത്ത ബഹുമാന ആദരവുകൾ പറിച്ചെറിഞ്ഞ് നമ്മളെ നിസ്സാരന്മാരാക്കുന്നത്, അത് റബ്ബ് തന്നെ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇന്നല്ലാഹ ലാ യുഗയ്യിറു ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു വിഭാഗത്തെയും അല്ലാഹു മാറ്റം വരുത്തൂല, അവര് മാറ്റം വരുത്താതെ. അതുകൊണ്ട് പറയാനുള്ളത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുറുകെ പിടിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ, അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം, അത് മുറുകെ പിടിച്ച് നമ്മൾ അതിന്റെ പ്രവർത്തകരായി, നമ്മൾ അതിന്റെ പ്രചാരകരായി, ആരെയും കുറ്റം പറയാനോ ചീത്ത പറയാനോ പ്രതിപക്ഷത്ത് നിർത്താനോ തിരിയാതെ നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി ജീവിച്ചു മരിക്കുകയാണ് നമ്മുടെ ബാധ്യത. അതിനു വേണ്ടി പ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തകന്മാർ. കേരള യാത്ര വലിയ വിജയമായി എന്ന് പറഞ്ഞ് അഹങ്കരിക്കാനുള്ളതല്ല, അത് റബ്ബ് സുബ്ഹാനഹു വതആല ചെയ്ത നിഅമത്താണ്. ആ നിഅമത്തിന് ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്താൽ കൂടുതൽ തരും, കൂടുതൽ തരും. അയ്യുഹന്നാസ് എന്ന പ്രമേയം അത് മുറുകെ പിടിച്ച് എല്ലാ ഓരോ പ്രവാസികളുടെയും മനസ്സിലേക്ക് നമ്മൾ ആ ആശയം എത്തിച്ച് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിലേക്ക് ജനങ്ങളെ മനസ്സുകൊണ്ടുവന്ന് ഈമാനും തഖ്വയുമുള്ള ജനങ്ങളെ വാർത്തെടുക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം മുറുകെ പിടിച്ച് ഈമാനോടെ തഖ്വയോടെ ജീവിക്കുന്നവരെ വാർത്തെടുക്കുക. അതിനു വേണ്ടിയുള്ള നല്ല സ്വഭാവത്തോടുകൂടി അവിടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതേ അബൂജഹലിന്റെ മകനാണ്, അബൂജഹലിന്റെ മകൻ ഇക്രിമ. ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി വരികയാണ്, നമ്മളെ സദസ്സിലേക്ക് വരികയാണ്. നിങ്ങൾ ആരും അദ്ദേഹത്തിന്റെ അച്ഛനെ കുറ്റം പറയരുത്. കാരണം അദ്ദേഹത്തിന്റെ അച്ഛനെ കുറ്റം പറയുമ്പോൾ ഏത് മക്കൾക്കും മനസ്സിൽ വിഷമമുണ്ടാവില്ലേ? നിങ്ങളാരും അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. അതിന്റെ അർത്ഥം അബൂജഹൽ നന്നായി എന്നല്ല, അല്ലെ അബൂജഹലും മോശക്കാരനല്ല എന്നുമല്ല. നമ്മൾ ആളുകളെ കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം ആളുകളെ ഈമാനിലേക്ക് കൊണ്ടുവരാൻ, ഈമാൻ സംരക്ഷിക്കാൻ, ഈമാൻ പ്രചരിപ്പിക്കാനുമുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്, വിവരമില്ലാത്ത ആളുകൾ, നമുക്ക് വാക്ക് ചെവിക്ക് പുറമെ
എന്ന ആശയം മറന്നു പോകരുത്. എപ്പോഴും ഓർമ്മിക്കും. ഒരു ചങ്ങാതി വന്നിട്ട് വേറെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് ശരിയായില്ല, അതിന്റെ റമദാൻ മാസം 15 തന്നെ ലൈലത്തുൽ ഖദറാണ് എന്ന് വരെ അഭിപ്രായമുള്ള ദിവസമാണ്. അന്നത്തെ ദിവസം നബി തങ്ങൾ യുദ്ധത്തിന് പോയിരിക്കുകയാണ്, ഇത്തിക്കാഫിരിക്കല്ലേ വേണ്ടത് എന്ന് പറഞ്ഞാൽ അവൻ വിവരമില്ലാത്തവനാണ്. അവൻ നബി സല്ലല്ലാഹുവിന്റെ പ്രബോധന പ്രവർത്തനം സംബന്ധിച്ച് വിവരമില്ലാത്തവനാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് വിവരമില്ലാത്തവരല്ല മതം കൈകാര്യം ചെയ്യേണ്ടത്, മതത്തിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകേണ്ടത് അത് വിവരമുള്ളവരാണ്. അവർക്കറിയാം ഏത് കാര്യം എപ്പോൾ എങ്ങനെ ചെയ്യണമെന്നറിയാം. പണ്ഡിതന്മാരുടെ പിന്നിൽ 100% ഉറച്ചു നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് സജീവമായി മുന്നേറണം. വിദേശ രാജ്യങ്ങളിൽ അതാത് രാജ്യത്തെ ഭരണാധികാരികളോട് നമുക്ക് മതിപ്പ് വേണം, ബഹുമാനം വേണം, ആദരവ് വേണം. അവരുടെ ഔദാര്യം കൊണ്ടാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നത് എന്ന ബോധം വേണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ ലംഘിക്കാൻ പാടില്ല. ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളിലെല്ലാം കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കണം. തെറ്റിദ്ധരിച്ചു പോയ ആളുകളുടെ തെറ്റിദ്ധാരണകൾ തിരുത്താൻ നമുക്ക് സാധിക്കണം. നമ്മൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ നമ്മളും നമ്മുടെ തെറ്റിദ്ധാരണകൾ തിരുത്തണം. എന്നിട്ട് വളരെ സൗമ്യമായ പെരുമാറ്റത്തിലൂടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ICF-ഉം അതുപോലെ KCF-ഉം RSU എല്ലാവരും സജീവമായ പ്രവർത്തനം നടത്തണം. നമുക്ക് വേറെ ആളെ വിമർശിക്കലല്ല നമ്മുടെ ഡ്യൂട്ടി, ആളുകളെ മുഴുവനും സന്മാർഗത്തിലേക്ക് എത്തിക്കലും നമ്മുടെ ഈമാനിനെ നിലനിർത്തി കൊണ്ടുപോകലുമാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന നിലക്ക് പ്രവർത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി റഫീഖ് സഖാഫി അണ്ടോടം കൂട്ടുകാരൻ ക്യാൻസർ ബാധിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സീരിയസ് ആണ്. അല്ലാഹുവേ നീ സലാമത്ത് നൽകണം. ചെറിയ കുട്ടികൾ ട്യൂമർ, ക്യാൻസർ, അങ്ങനെയുള്ള പല രോഗങ്ങളും അല്ലാഹുവേ നീ സലാമത്താക്കണം. അങ്ങനെ ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുള്ളവരും അല്ലാഹു എല്ലാം പരിഹരിച്ചത്. അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് അന്ന് ഇവിടെ ഇന്ത്യയിൽ വന്ന ഇസ്ലാമിക മിഷണറി പ്രവർത്തകന്മാർ അവർ കാണിച്ച സ്വഭാവം, അവർ കാണിച്ച ജീവിത രീതി, അവർ കാണിച്ച തഖ്വ, അതിലേക്ക് നമ്മൾ മടങ്ങലാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി. ആ സ്വഭാവം കാണിച്ചുകൊണ്ട് ഇസ്ലാമിനെ പ്രചരിപ്പിക്കലാണ് നമ്മുടെ ഡ്യൂട്ടി. അതിനൊരു മാതൃകയാണ് നമ്മുടെ കേരള യാത്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്കവിടെ കക്ഷിത്വമൊന്നുമില്ല. അതാണ് ശൈഖുനാ ഉസ്താദ് അവറുകൾ നമ്മുടെ അവസാനത്തെ പരിപാടിയിൽ വെച്ച് 2 കക്ഷികൾ തമ്മിൽ അവിടെ കൊമ്പ് കോർത്തു. കൊമ്പ് കോർത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? യദുല്ലാഹി ഫൗഖൈദി എന്ന് ആയത്ത് കണ്ടപ്പോൾ പഠിച്ചവന് കൈയിട്ട് എന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും കൊമ്പിട്ട് നിങ്ങൾ ആരും വിശ്വസിക്കണം. അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അള്ളാഹു കൈയിട്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല. അത് യദുല്ലാഹി ഫൗഖൈദിഹിം എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗം. സുഹൃത്തുക്കളെ, അപ്പോൾ ഉസ്താദ് അവറുകൾ എന്ത് ചെയ്തു? ഉസ്താദ് അവറുകൾ ഒരു പണ്ഡിതന്റെ ദൗത്യം നിർവഹിച്ചു. ഉസ്താദ് അവറുകൾ നമ്മുടെ സത്യം തുറന്നു പറയുന്നതിലും നമ്മുടെ ആശയം പറയുന്നതിലും അള്ളാഹുവിനെ അല്ലാതെ ആരെയും ഭയപ്പെടേണ്ടതില്ല. അങ്ങനെയാണ് ഉസ്താദ് അവറുകൾ പറഞ്ഞു, ഇത് രാഷ്ട്രീയ മതവെടുപ്പ് നടത്താനുള്ള വേദിയല്ല. ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമില്ല. നമുക്ക് രാഷ്ട്രീയമുണ്ട്, കക്ഷി രാഷ്ട്രീയം ഇല്ല. രാഷ്ട്രീയം തന്നെ രാഷ്ട്രത്തിന് ഗുണകരമായ കാര്യം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാനാണ്. അതാണ് നമ്മൾ കേരള യാത്രയിൽ ചെയ്തത്. എല്ലാവർക്കും ഗുണമുള്ള കാര്യങ്ങൾ പറയുകയും അതിലേക്ക് ജനശ്രദ്ധയും ഭരണാധികാരികളുടെ ശ്രദ്ധയും കൊണ്ടുവരികയും ചെയ്യുക. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അല്ലാതെ കക്ഷി രാഷ്ട്രീയം നമുക്കില്ല. ആ നിലക്ക് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കട്ടെ. നിങ്ങൾ വളരെ പെട്ടെന്ന് മണിക്കൂറുകൾക്കിടയിൽ ഇത്രയും വലിയ ഒരു സ്വീകരണ പരിപാടി, ഇത് എനിക്കുള്ള സ്വീകരണമല്ല, നമ്മുടെ പ്രസ്ഥാനത്തിനുള്ള സ്വീകരണമാണ്. ഈ സ്വീകരണ പരിപാടി സംഘടിപ്പിച്ച നിങ്ങളുടെ ഈ സൽക്കർമ്മം ആഖിറത്തിൽ ഉപകരിക്കുന്ന നിലക്ക് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആരുടെ മനസ്സിലും അഹങ്കാരത്തിന്റെ ഒരു ചെറിയ കണിക പോലും സംഭവിക്കാം. ആരോടും വിദ്വേഷമോ വൈരാഗ്യമോ അസൂയയോ ഇല്ലാതെ നല്ല മനസ്സോടുകൂടെ എല്ലാവരെയും കാണാൻ, ആരെയും തെറ്റിദ്ധരിക്കാതെ നല്ല മനസ്സോടുകൂടെ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ
എത്ര ആൺകുട്ടികളുണ്ടായാൽ എത്ര പെൺകുട്ടികളുണ്ടായാലും എത്ര സമ്പത്തുണ്ടായാലും അതൊന്നും ഉപകരിക്കൂല പടച്ചവന്റെ കോടതിയിൽ. ക്ലിയറായ മനസ്സുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ. നല്ല ക്ലിയറായ മനസ്സ് വേണം നമുക്ക്. ക്ലിയറായ മനസ്സ് അതിലൂടെ ആകണം നമ്മുടെ എല്ലാ കാര്യങ്ങളും. സുഹൃത്തുക്കളെല്ലാം പടച്ചവന്റെ കോടതിയിൽ ശത്രുക്കളാണ്. ഖുർആനാണ്. എല്ലാ സുഹൃത്തുക്കളും ആ ഖിയാമത്ത് നാളിൽ ഓരോരുത്തരും പരസ്പരം ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, അള്ളാഹു കൽപ്പിച്ചത് എടുക്കുകയും അള്ളാഹു വിരോധിച്ചത് ഒഴിക്കുകയും ചെയ്തുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിച്ചവരല്ലാതെ മറ്റുള്ള എല്ലാ സുഹൃത്തുക്കളും ശത്രുക്കളായി പോകും. അള്ളാഹു അതിൽ നമ്മളെ കാക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിച്ചു മരിക്കാൻ നമ്മൾ പ്രതിജ്ഞ എടുക്കുകയും നമ്മൾ കൃത്യമായി സുബ്ഹി നിസ്കരിക്കുന്നവരാകണം. നമ്മുടെ റൂമിലുള്ള സുഹൃത്തുക്കളെ വിളിച്ച് നമ്മളെ കൂടെ നിസ്കരിപ്പിക്കുന്നവരാകണം. നമ്മൾ ICFന്റെ പ്രവർത്തകർ, RSCയുടെ പ്രവർത്തകർ, KCFന്റെ പ്രവർത്തകർ നമ്മൾ സുബ്ഹി ബാങ്ക് കൊടുക്കുമ്പോൾ കിടന്നുറങ്ങുന്നവരായി പോകരുത്. നിങ്ങൾ ആരും അങ്ങനെ ആവില്ലാന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. നിങ്ങളെ തെറ്റിദ്ധരിച്ച് പറയല്ല, എന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുകയാണ്. നമ്മൾ കൃത്യമായി 5 വക്ത് നിസ്കരിക്കുന്നവരാകണം. കൂടെയുള്ളവരെ നിസ്കരിക്കാൻ വിളിച്ചവരെ നിസ്കരിപ്പിക്കുന്നവരാകണം. നമ്മൾ വേറെ ആരെങ്കിലും എവിടെയെങ്കിലും ലഹരി ഉപയോഗിക്കുമ്പോ അല്ലെങ്കിൽ മയക്ക് വസ്തുക്കൾ ഉപയോഗിക്കുമ്പോ, നമ്മളെ യാത്രക്കിടയിൽ ഞങ്ങൾ ഓരോ സ്ഥലത്തും അതാത് പ്രദേശത്തുള്ള പ്രമുഖരായ ആളുകൾ ഒരുമിച്ച് കൂട്ടി ഒരു സ്നേഹ വിരുന്ന് എന്നൊരു പരിപാടിയാണ്. കൊച്ചിക്കാരായ ആളുകൾ അവിടെ തന്നെ സ്നേഹ വിരുന്ന് എന്നല്ല, അവിടെ കുറെ അഡ്വക്കേറ്റുമാരൊക്കെ ഉണ്ടായി. അവര് സ്നേഹ വിരുന്ന് എന്നല്ല പറയണ്ടേ, ഇതിന് പറയണ്ടേ സ്നേഹ സംഗമം എന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞ് നിങ്ങൾ വിചാരിച്ച വിരുന്നല്ല, ഭക്ഷണം എല്ലാവർക്കും തരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ വിചാരിച്ച വിരുന്നല്ല അങ്ങോട്ട് തിരിച്ച്. ഞങ്ങളുടെ ഈ വിരുന്ന് പറഞ്ഞാൽ മനസ്സിന് വിരുന്ന് കൊടുക്കലാണ്. അതോട് കൊടുത്താൽ നിങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടേണ്ടതൊക്കെ നിങ്ങളോട് ചോദിച്ച് പഠിക്കലുമാണ്. അങ്ങനെ വിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവർ പറഞ്ഞ കുഴപ്പമില്ല. ആ സ്നേഹവിരുന്നിന്റെ സദസ്സിൽ വെച്ച് പലരും പല സംഗതികളും പറഞ്ഞു. കുറച്ച് മഹല്ലിയ മാറ്റിയ ആളുകളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഒരു യാത്ര തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട്, സുന്നികളുടെ പേര് തന്നെ ഒരു യാത്ര തിരിച്ച് അങ്ങ് ഇങ്ങോട്ട്, ഇതെല്ലാം കൂടി ഒന്നാക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആ സമയത്ത് അവരോട് പറഞ്ഞു, നിങ്ങൾ കുറെ മഹല്ല് കമ്മിറ്റിക്കാരുണ്ടല്ലോ ഇവിടെ, പലരും പല മഹല്ലിന്റെയും കമ്മിറ്റിക്കാരാണ്. നിങ്ങൾ തമ്മിൽ വല്ല തർക്കമുണ്ടോ, വല്ല അനൈക്യമുണ്ടോ? ഇല്ലല്ലോ. കാരണം അപ്പുറത്തെ മഹല്ലിൽ വേദ വെക്കുമ്പോ അതേ ദിവസം വേദ വെച്ചാല് ഇപ്പുറത്തെ ആളുകളായിട്ട് കുഴപ്പമാണ് വരും. നേരെ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുമ്പോൾ ഒരാൾ വേദ വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ ആൾ വെച്ച് അവിടെ പോകുന്നവർക്ക് അവിടെയും പോവാം, ഇവിടെ വരുന്നവർക്ക് ഇവിടെയും വരാം. അവന്റെ മഹല്ല് കമ്മിറ്റികൾക്കിടയിൽ നിങ്ങൾ തമ്മിൽ അനൈക്യമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ സുന്നികൾക്കിടയിൽ അനൈക്യമൊന്നുമില്ല. അത് അങ്ങനെയാണ്. നമ്മളിപ്പോ തിരുവനന്തപുരത്ത് അങ്ങോട്ട് മലബാർ എക്സ്പ്രസ്, തിരിച്ച് ഇങ്ങോട്ടുണ്ട് ഒരു മലബാർ എക്സ്പ്രസ്. ഒന്ന് വൈകുന്നേരം അങ്ങോട്ട് പുറപ്പെടും, ഒന്നെങ്കിൽ ഇങ്ങോട്ട് പുറപ്പെടും. അതുകൊണ്ട് മലബാർ എക്സ്പ്രസ് തമ്മിൽ തെറ്റാണെന്ന് പറയാൻ പറ്റും? അതില്ല. അത് ഒരു റെയിൽ മേലെ അത് പോകുന്നത്, ഇപ്പുറത്തെ റെയിൽ മേലെ ഇത് വരും. ഇന്നലെ വന്ന റെയിൽ മേലൂടെ മറ്റേയാൾ പിന്നെ പോവും, മറ്റേയാൾ ഇങ്ങനെ പിന്നെയും വരും. അതുപോലെ തന്നെ വേറൊരു പരശുരാം എക്സ്പ്രസ് ഉണ്ട്. രാവിലെ ഒന്നിങ്ങനെ അങ്ങോട്ടും വന്നങ്ങനെ ഇങ്ങോട്ടും. അതൊന്നും ഭിന്നിപ്പല്ല. ഭിന്നിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാ, അതല്ലേ ഭിന്നിപ്പ്. ഇത് ഭിന്നിപ്പല്ലല്ലോ. വ്യത്യസ്തമായ കമ്മിറ്റികൾ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പത്രക്കാരി ചോദിച്ച് ഒരു സ്ഥലത്തൊന്ന്, അല്ല നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എല്ലാം കൂടി ഒന്നായിക്കൂടെ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പരിപാടി? വാർത്ത കടത്തിക്കാന്നല്ലേ? എന്നാ നിങ്ങൾ എല്ലാവരും കൂടി ഒറ്റൊന്നും വരെ, ഒറ്റ ഒരു ചാനൽ വരായിരുന്നു, അല്ലെ ഒറ്റ ഒരു പത്രം വരായിരുന്നു. വാർത്തക്കാരല്ലേ നിങ്ങൾ തന്നെ കുറേ ആയിട്ട് വന്നു വെച്ചു. പിന്നെ അവരൊക്കെ സുഖമുണ്ടായില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളെ മാത്രം എന്തോ ഒരു ഭിന്നിപ്പിക്കുന്ന കക്ഷികളായി പ്രചരിപ്പിക്കുക അതിൻ്റെയൊന്നും ആവശ്യമില്ല. അവര് സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അതിലൊരല്പവും വെള്ളം ചേർക്കാതെ കൃത്യമായി പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആശയം. അത് കൃത്യമായി തന്നെ അൽഹംദുലില്ലാഹ് കേരള യാത്രയിൽ സുഖസുന്ദരമായി ഭംഗിയായി നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷം
നമുക്കുണ്ട്, നമ്മുടെ പ്രവർത്തകർക്കുണ്ട്, കേട്ട സുന്നികളായ ആളുകൾക്ക് മുഴുവനുണ്ട്. പിന്നെ ഒരു ചെറിയ ഈ സുന്നത്ത് ജമാഅത്തിനോട് അസൂയ വെക്കുന്ന, സുന്നത്ത് ജമാഅത്ത് നശിച്ചു കാണണം, അത് നിന്ദിച്ച് കാണണം, അതിനെ ചെറുതാക്കി കാണണം വിചാരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ മനസ്സും അള്ളാഹു നന്നാക്കി അവർ കൂടി സുന്നത്ത് ജമാഅത്തിലേക്ക് വരാനുള്ള തൗഫീഖ് അള്ളാഹു തആല നൽകട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് നമ്മൾ. അവരെ കൂടി നന്നാക്കിയെടുക്കാനാണ് പ്രവർത്തനം, അല്ലാതെ അവരോടും നമുക്ക് വിരോധമല്ല. അതേ സമയത്ത് രോഗികളോട് നമുക്ക് വിരോധമില്ല, സഹതാപമാണ്. പക്ഷെ രോഗാണുക്കളോട് നമുക്ക് സഹതാപമല്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അണുവിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പ്രതിഷേധം അതേതായിരുന്നാലും ഡോക്ടർമാർക്ക് ഉണ്ടാവും. അണുവിനോടൊരു വിരോധമില്ലാത്ത ഡോക്ടർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുത്തിവെപ്പൊക്കെ നടത്തുന്നത് എന്നുകൂടി ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ പ്രവർത്തനം ഹഖായ നിലക്ക് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ പൊതുപരീക്ഷ നടത്തുന്നു, നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷ നടത്തുന്നു, അതുപോലെ പല പരീക്ഷകളും നടക്കുന്നു. അള്ളാഹു എല്ലാ പരീക്ഷയിലും നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല വിജയം തരട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യവും അള്ളാഹു തആല നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു പൊരുത്തപ്പെട്ടവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നൗഫൽ സുറൈജി ആയഞ്ചേരി ക്യാൻസർ ബാധിച്ച് പ്രയാസത്തിലാണ്. ചെറുപ്പക്കാരന് അടുത്ത് കല്യാണം എടുത്തതാണ്. അള്ളാഹുവേ, ആ ചെറുപ്പക്കാരന്റെ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കണം. റഹ്മാനേ, വളരെ പാവപ്പെട്ട പാപ്പ മരിച്ചുപോയ കുടുംബത്തിന്റെ അത്താണിയായ നൗഫൽ സഖാഫി, അള്ളാഹുവേ അദ്ദേഹത്തിന് നീ ആഫിയ റഹ്മാനെ, നീ സുഖപ്പെടുത്തണം റഹ്മാനെ, നീ രക്ഷപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. യാതൊരു കഴിവും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ്. നമ്മുടെ സിറാജുൽ ഹുദയിൽ പഠിച്ച സഖാഫിയായ സുറൈജിയാണ്. അല്ലാഹു തആല സലാമത്ത് നൽകട്ടെ. അതുപോലെ രോഗമുള്ള എല്ലാവരുടെ രോഗങ്ങളും അല്ലാഹു സുഖപ്പെടുത്തട്ടെ. നമുക്ക് വലിയ ഒരു ഫണ്ട്, സദഖ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ ഫണ്ട് പ്രഖ്യാപിച്ചു. നമ്മുടെ പ്രസ്ഥാനം ഇതുവരെയും സദഖ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടില്ല, സംഭാവന വാങ്ങലുണ്ട് എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സദഖ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഇന്നേവരെ അപ്പോ സുൽത്താനും പറഞ്ഞു 1 ലക്ഷം ഞാനും. അപ്പൊ പിന്നെ ബദറുസാദ തങ്ങളും പറഞ്ഞു 1 ലക്ഷം ഞാനും. അങ്ങനെ എല്ലാവരും പറയും, പിന്നെ ഞാൻ മാത്രം പറയാണ്ടിരിക്കാൻ പറ്റും. അപ്പോ ഞാനും അൽഹംദുലില്ലാഹ് പറഞ്ഞു തന്നെ കൊടുത്തു കഴിഞ്ഞു, അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞു. അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ ആ വിഷയത്തിൽ ഒരു ചെറിയ പര്യടനം നടത്താൻ 4 ദിവസത്തേക്ക് ഞാനായിരുന്നു ഏറ്റെടുത്തത്. അവിടെ ചെന്നപ്പോ ബഹുമാനപ്പെട്ട കുമ്പുൽ തങ്ങൾ, അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും, കുമ്പുൽ തങ്ങൾ അവർ ആദ്യം തന്നെ 1 ലക്ഷം. അവിടുന്ന് അങ്ങോട്ട് അവിടെ നമ്മുടെ മുഷാവറ അംഗമായ നമ്മുടെ മാണിക്കോത്ത് ഉസ്താദ് 1 ലക്ഷം. MA ഉസ്താദ് അവർ വഫാത്തായി പോയി, അല്ലാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ മകൻ 1 ലക്ഷം. അതേപോലെ തന്നെ അവിടെയുള്ള കുറെ തങ്ങന്മാരുണ്ട്, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകര്, കണ്ണവൻ തങ്ങൾ 1 ലക്ഷം. അങ്ങനെ വിധം നോക്കുമ്പോൾ അവിടെ കുറെ മൊയ്ലാമാരൊക്കെ 1 ലക്ഷം. അങ്ങനെ അവിടെ ഞങ്ങൾ 1 കോടി ഉറുപ്പിക ആ ഒരു 4 ദിവസം കൊണ്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ്. 1,50,000 ആയതിനു ശേഷമാണ് ഞാൻ പരിപാടി നിർത്തിയത്. അത് കാസർഗോഡ് ജില്ലയിലാണ്, അതുകൊണ്ട് നിർത്തിയിട്ടൊന്നുമില്ല, ഇനിയും പോകും. അവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഇനി ബാക്കിയുള്ള ജില്ലകളിൽ നടക്കണം. ഇനി നമുക്ക് ഇവിടെ വിദേശത്ത് അത് വളരെ ഭംഗിയായിട്ട് നടക്കണം. അതൊക്കെ കേരളത്തിലെ കഥയാണ് പറഞ്ഞത്. അതുകൊണ്ട് സദഖ ഫണ്ട് വിജയിപ്പിക്കാൻ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ ഫണ്ട് പ്രഖ്യാപിച്ചപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അങ്ങാടിയിലേക്ക് പോയി. പുന്നാനു ഹാമിലു, ഞങ്ങൾ അവിടെ പോയിട്ട് ചുമടെടുത്തു. അങ്ങനെ ചുമട്ട് തൊഴിലാളികളെ ജോലിയെടുത്ത് ഞങ്ങൾ സ്വരൂപിച്ചത് 1 മുദ്ദാണെങ്കിൽ ആ 1 മുദ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൈമാറി. അങ്ങനെയാണ് ഞങ്ങൾ നബി തങ്ങളെ സദഖ ചെയ്യാൻ കാണാം. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി തങ്ങളോട് ഞങ്ങൾ ചോദിച്ചു, അയ്യുനാ അവ്വലു ഹുഖമിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ തങ്ങൾ വഫാത്തായാൽ ആദ്യം ഞങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുടെ അടുക്കൽ എത്തുക ആരാണ്? ഓരോരുത്തർക്കും നബി തങ്ങളുടെ അടുക്കൽ എത്തണമെന്നുള്ള ആഗ്രഹമാണ്. അപ്പൊ പറഞ്ഞു, അതുപോലും യദൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൈ നീളമുള്ള ആളാണ്. അപ്പൊ ഞങ്ങളൊരു മുളക്കഷ്ണം എടുത്തിട്ട് കൈ അളന്നു നോക്കി, ആരെ കൈക്കാണ് നീളമുള്ളത്? നോക്കുമ്പോ സൗദ റളിയല്ലാഹു അൻഹയുടെ കൈക്കാണ് നീളമുള്ളത്. പക്ഷേ പിൽക്കാലത്ത് ഞങ്ങൾക്ക് മനസ്സിലായി
നബി തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അതല്ലാതെ മനസ്സിലായി. അതെങ്ങനെ? സൈനബ ബീവി റളിയല്ലാഹു അൻഹയാണ് ആദ്യമായി വഫാത്തായത്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി കൈനീളമുള്ള ആൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കൂടുതൽ കൈ നീട്ടി സദഖ ചെയ്യുന്ന ആൾ എന്നാണ് അതിന്റെ മാനാന്ന് മനസ്സിലായി. കാരണം സൈനബ ബീവിയുടെ പരിപാടി അവിടുന്ന് കൈകൊണ്ട് തൊഴിലെടുക്കും. ഊറക്കിടുന്ന തൊഴില്, തോല് ഊറക്കിടുക എന്നുള്ള ജോലി, അങ്ങനെയുള്ള ജോലി എടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് അതങ്ങനെ തന്നെ സദഖ ചെയ്യലായിരുന്നു സൈനബ ബീവിയുടെ പതിവ്. അതുകൊണ്ടാണ് സൈനബ ബീവിക്ക് പെട്ടെന്ന് തന്നെ നബി തങ്ങളുടെ അടുക്കിലേക്ക് എത്താൻ അള്ളാഹു ഭാഗ്യം നൽകിയത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ അധികാരികളും ജോലി എടുക്കുന്നവരാണ്, ബിസിനസ് നടത്തുന്നവരുണ്ട്. അള്ളാഹു ബിസിനസ് നടത്തുന്നവരുടെ ബിസിനസ്സുകളിലും ജോലി എടുക്കുന്നവരുടെ ജോലികളിലും ഒക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അതുകൊണ്ട് സദഖ ഫണ്ട് അത് വിജയിപ്പിക്കണം എന്ന് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ ചില പ്രവർത്തകർ ഇപ്പോഴും ഹോസ്പിറ്റലിലുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് പരിപൂർണമായ ശിഫ നൽകണം റഹ്മാൻ. അപകടങ്ങളിൽ നിന്ന് എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഇവിടെ അങ്ങനെ നിൽക്കുന്നത് നമ്മുടെ സിറാജുൽ ഹുദയുടെ നേരത്തെയുള്ള ഓർഗനൈസർ ഉണ്ട്, അതാണ് ആ വരുന്ന ആള്. അദ്ദേഹം നമ്മുടെ ഷാഹുൽ ഹമീദ്, അദ്ദേഹം നമ്മുടെ ഓർഗനൈസറാണ്. ഇത് പുതിയ ഓർഗനൈസറാണ്. ഇത് സിറാജുൽ ഹുദയിൽ തന്നെ പഠിച്ച ഒരു സുറൈജിയും കൂടിയാണ്. അപ്പോ നിങ്ങളെ ശ്രദ്ധയിലുണ്ടാകാൻ വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. സിറാജുൽ ഹുദ ഒരു മാസം നടത്തിക്കൊണ്ടുപോകാൻ ദൈനംദിന ചെലവിന് 95 ലക്ഷം രൂപ മതി. ദൈനംദിന ചെലവിന് 95 ലക്ഷം രൂപ മതി എന്നാണ്, 1 കോടി വേണ്ട. അതുകൊണ്ട് നിങ്ങളൊക്കെ വളരെ അകമഴിഞ്ഞൊന്ന് സഹായിച്ച് രക്ഷപ്പെടുത്തി തരണം എന്നുകൂടി ഈ സമയത്ത് ഉണർത്തി